ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. സാധാരണ നമ്മൾ ചുരുളപ്പം ഉണ്ടാക്കുന്നത് മൈദപ്പൊടിയും മുട്ടയും പിന്നെ പാലൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഇതേപോലെ പഴം ചേർത്തിട്ട് ചുരുളപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പം അമ്മമാർക്കൊക്കെ ആയിരുന്നാലും കുട്ടികൾ വൈകിട്ട് സ്കൂളിൽ വരുമ്പോഴായിരുന്നാലും നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു പലഹാരമാണിത്. അപ്പം ഞാൻ ഇതിലേക്ക് റോബസ്റ്റോളാണ് ചേർക്കുന്നത്. ഏത്തപ്പഴം വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഈ റോബസ്റ്റ് പഴത്തിന് പകരം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറുപഴം എന്ന് പറഞ്ഞിട്ട് കിട്ടില്ലേ, പാളയംകോടൻ പഴം, ആ പഴം വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു മുട്ട വേണം, ഇതേപോലത്തെ ഒരു റോബസ്റ്റോൾ എടുത്തിട്ടുണ്ട്, പിന്നെ പാല് വേണം. ഞാനിവിടെ പശുമ്പാലാണ് എടുത്തേക്കുന്നത്. ഈ പശുമ്പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. പിന്നെ ഏലക്കായയുടെ പൊടി വേണം. ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തേങ്ങയും വേണം, പഞ്ചസാരയും വേണം, ഏലക്കായയുടെ പൊടിയും വേണം. അപ്പോൾ ഇതിലേക്ക് ചേർക്കണ തേങ്ങയ്ക്ക് കറക്റ്റായിട്ടൊരു അളവില്ല. നിങ്ങൾക്ക് ഉള്ളിലേക്ക് എന്തോരം ഫില്ലിങ്ങിന് തേങ്ങ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തേങ്ങ എടുക്കുക. പിന്നെ ഏലക്കായയുടെ പൊടി അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ആയിരുന്നാലും മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാല് ചേർക്കണത് ഈ ബാറ്റർ നമുക്കിങ്ങനെ പാനിലേക്ക് കോരി ഒഴിച്ചിട്ട് ചുടാനുള്ള ഒരു പരുവത്തിൽ വേണം മാവ് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് പാലും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈദപ്പൊടിയും മുട്ടയും പഴവും പാലും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർക്കാം. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആയിരുന്നാലും മതി. പഴം ചേർക്കാം. ഇതിലേക്ക് പാല് ചേർക്കാം. ഞാനിപ്പോൾ 7 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് ഏലക്കായയുടെ പൊടിയും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കുക. ഈ മിക്സ് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ ഇതിലേക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. മിക്സ് ഇതേപോലെ ഇരിക്കണം. ഒരുപാട് തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യരുത്, ഒരുപാട് വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്. നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് മിക്സ് ചെയ്തിട്ട് എടുക്കില്ലേ, അതേപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾ ഈ ബാറ്ററിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇനി ഞാനിതിലേക്ക് സെപ്പറേറ്റ് പഞ്ചസാര ചേർക്കണില്ല, കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന തേങ്ങയുടെ ഫില്ലിങ്ങിൽ പഞ്ചസാര ചേർക്കണുണ്ടല്ലോ. പിന്നെ പഴത്തിനായിരുന്നാലും അത്യാവശ്യം നല്ല മധുരമുണ്ട്. നീക്കി വയ്ക്കാം. ഈ തേങ്ങയിലേക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് ഏലക്കായയുടെ പൊടി ചേർക്കാം, പഞ്ചസാര ചേർക്കാം. നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങയും പഞ്ചസാരയും കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവും. ഇതേപോലെ ഒന്ന് തിരുമ്മിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടിടുക. ഇപ്പോൾ ഫില്ലിങ്ങിനുള്ള തേങ്ങയുടെ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ മാവ് അടുത്ത് തന്നെ വെക്കുക. എന്നിട്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ മാവിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിക്കുക. തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടെടുക്കുക. ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പാനിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ടെടുക്കുമ്പോൾ ഇത് പാനിൽ ഇങ്ങനെ പിടിക്കാണ്ട് ഈ സ്പൂണുമ്മേക്ക് ഇങ്ങനെ വിട്ട് പോരണുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പാനിന് ഭയങ്കരമായിട്ട് ചൂട് കൂടിയിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാവുക. അത് നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരും. ഈ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, കാരണം ഈ അപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന അപ്പമാണ്. അപ്പോൾ തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ അടിയാണ്ട് കരിഞ്ഞു പോകും. ഇതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങയുടെ ഫില്ലിങ് ഇടാം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ മാത്രം തേങ്ങയുടെ ഫില്ലിങ് ഇട്ടിട്ട് ഇത് ജസ്റ്റ് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ നിറച്ചിങ്ങനെ തേങ്ങയുടെ ഫില്ലിങ് ഇട്ടിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്.
നമ്മൾ ഇതേപോലെ തന്നെ മുട്ടപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുണ്ടാക്കില്ലേ, ഇത് അതിൻ്റെയൊക്കെ തന്നെ ഒരു വെറൈറ്റി. ഇതിനകത്ത് നമ്മൾ പഴം ചേർത്തേണ്ടത് മാത്രം. ഇതേപോലെ എല്ലാ സൈഡും ഒന്ന് വിടിയിച്ചു കൊടുക്കാം. ഇനി ഞാനിതിവിടെ റോൾ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് അധികം ചൂടൊന്നുമില്ല. തേങ്ങ പോലെ ഇതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് നമുക്കിങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. തീ അങ്ങനെ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ടെടുക്കുക. ഇതേപോലെ കിട്ടും. ഇനി ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പരത്തിയിട്ട് തേങ്ങയുടെ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ലാസ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. പഴം കൊണ്ടുള്ള ചുരുളപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ പഴം കൂടിയും ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.